വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ്. കഴക്കൂട്ടത്ത് IT ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ടെക്നോപാർക്ക് ഐക്കൺ കമ്പനിയിലെ ജീവനക്കാരനായ നിഖിൽ ആന്റണിയെയാണ് കഴക്കൂട്ടത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലയിൽ പ്ലാസ്റ്റിക് കവറിട്ട് കഴുത്തിൽ വയറിംഗ് ടൈ മുറുക്കിയ നിലയിലാണ് മൃതദേഹമുള്ളത്. വിജിൻ വായാന്തോട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. വിജിൻ, എങ്ങനെയാണ് ഈ മരണം ഉണ്ടായതെന്നത് സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വ്യക്തമാക്കലുകളുണ്ടോ? ഇന്ന് രാവിലെയാണ് ടെക്നോപാർക്കിലെ ഒരു സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായ നിഖിൽ ആന്റണി, 30 വയസ്സാണ് ഇയാൾക്ക്. ഇയാളെ കഴക്കൂട്ടത്തെ ഒരു ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാവ്യ സൂചിപ്പിച്ചതുപോലെ കഴുത്തിൽ ഈ പ്ലാസ്റ്റിക് കവറിട്ട്, തലയിലൂടെ പ്ലാസ്റ്റിക് കവറിട്ട് കഴുത്തിൽ ഈ വയറിംഗ് ടൈ കിട്ടിയ നിലയിലായിരുന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എറണാകുളം പുത്തൻവേലിക്കര ഇലന്തിക്കര സ്വദേശിയാണ് ഈ മരിച്ച നിഖിൽ ആന്റണി എന്ന് പറയുന്നത്. കഴക്കൂട്ടം പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തീകരിക്കുകയും തുടർന്ന് ഫോറൻസിക് സംഘം ഉൾപ്പെടെ പരിശോധന നടത്തുകയും ചെയ്തു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ്. നിഖിലിന്റേതായിട്ട് പുറത്തു വന്ന ഒരു ആത്മഹത്യാ കുറിപ്പ് കൂടി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ നിഖിൽ പറയുന്നത് തന്റെ മരണത്തിൽ ആരും ഉത്തരവാദി അല്ല എന്നാണ്. പെൺസുഹൃത്തുമായി രാത്രിയിൽ സംസാരിച്ചതിന് ശേഷമാണ് ഒരു ആത്മഹത്യയെന്ന് സംശയിക്കുന്ന രീതിയിലുള്ള മരണം സംഭവിച്ചതെന്നാണ് പ്രാഥമികമായ നിഗമനം. ഏത് രീതിയിലാണ് ഇത് നടന്നത് എന്ന കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ഇപ്പോൾ പോലീസ് തുടരുകയാണ്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികളും ഫോറൻസിക് പരിശോധനയും പൂർത്തിയാക്കി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഉടൻ എത്തിക്കും. ശരി. ടെക്നോപാർക്ക് ഐക്കൺ കമ്പനിയിലെ ജീവനക്കാരനായ നിഖിൽ ആന്റണിയെയാണ് കഴക്കൂട്ടത്ത് ഇപ്പോൾ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൂടുതൽ നടപടിക്രമങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് തുടരുകയാണ്. വിജിനാണ് വിശദാംശങ്ങൾ നൽകിയത്.